the hero of Kalb and Golem is none other than Mr. Rajat Sanjeev. Ranjit, welcome. Over to you. First of all, thank you for such an amazing introduction. ശരിക്കും പറഞ്ഞാൽ 2024 ഇറ്റ്സ് ദ ബെസ്റ്റ് ഇയർ ഓഫ് മൈ ലൈഫ് സോ ഫാർ. കാരണം ഒന്നല്ല, 2 പടങ്ങളുടെ ഒരു എന്താ പറയുക, ഇത്രയും ഇമ്പാക്ട് ഇൻഡസ്ട്രി, ഇത്രയും ഇമ്പാക്ട് ഉള്ള ഒരു പടത്തിന്റെ ഒരു പ്രധാന ഭാഗമാവാൻ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സംജാദ്, താങ്ക് യു സാദിഖ്, ഇപ്പം ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദീസ് ക്യാരക്ടേഴ്സ്. ഈ 2 ക്യാരക്ടേഴ്സ് ആയാലും ലിയനാർഡോ കാൽവായാലും സത്യകൃഷ്ണ ആയാലും they will always hold a special place in my heart. And thank you so much. ഇപ്പം കൽബ് OTT ഇറങ്ങിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഗോളം തിയേറ്ററിൽ തന്നെ ഓൾ ഓഫ് യു മീഡ് an amazing big hit. ഈ 2 പടങ്ങൾ will be one of the most defining films in my career. അതെനിക്ക് ഉറപ്പാണ്. Hopefully it's only upwards. ഇനിയും നിങ്ങൾ ഒരുപാട് പടങ്ങൾ ചെയ്യണമെന്നുണ്ട്, നിങ്ങൾ എന്റർടൈൻ ചെയ്യണമെന്നുണ്ട്. സോ ദിസ് മോട്ടിവേറ്റ്സ് മീ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് താങ്ക് യു എവരിബഡി ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു. Thank you so much for requesting you to please stay back. നമുക്ക് ഇന്ന് കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഇന്ന് ഇവിടെ ഓൺ സ്റ്റേജിൽ നടക്കുകയാണ്. അപ്പോൾ ഐ വുഡ് ലവ് ടു ഹാവ് യു ഹിയർ ആസ് വെൽ. അതുപോലെ തന്നെ എനിക്ക് ആക്ച്വലി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മറ്റേ ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലാണ്. നല്ല മൂവി ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടേ ഉള്ളൂ. സോ ഇറ്റ്സ് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ സ്റ്റേജ് വിത്ത് യു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഓൾറെഡി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കൽബ് ആൻഡ് ഗോളം ഈ ഒരു മൂവിയുടെ സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ മീഡിയാസ് എടുത്ത എഫോർട്ട് അത് തീർച്ചയായും നമ്മൾ എടുത്ത് പറയുന്നതാണ്. സോ ക്യാൻ വി ഹാവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഓൾ ദി ഓൺലൈൻ മീഡിയ പീപ്പിൾ ഹിയർ. അതുപോലെ തന്നെ ഈ 2 സിനിമകൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ഓൺ സ്ക്രീനിൽ അഭിനയിച്ചവരായിക്കോട്ടെ, ഇനി ഇതൊന്നുമല്ല, എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ടെക്നീഷ്യൻസ് തുടങ്ങി എല്ലാവരുടെയും ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ടീം കൽബ് ആൻഡ് ഗോളം ടീമിനെയാണ് നമ്മൾ എല്ലാ ടീം മെമ്പേഴ്സിനെ നമ്മൾ ഓഫീസിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ വൺസ് അഗൈൻ ക്യാൻ വി ഹാവ് ആൻഡ് സജീവ് മാം, അതുപോലെ മാമിന്റെ ഒപ്പം തന്നെ മിസ്റ്റർ സുധീർ അമ്പലപ്പാട്, രഞ്ജിത്ത് സജീവ് ഈസ് ഓൾറെഡി ഹിയർ. ഇനി കൽബ് ആൻഡ് ഗോളം ടീം മെമ്പേഴ്സ് ആദ്യം തന്നെ കൽബിന്റെ ഡയറക്ടർ മിസ്റ്റർ സജീവ് യഹ്യ, പ്രകാശ് അലക്സ് മ്യൂസിക് ഡയറക്ടർ, ദ സിംഗേഴ്സ് ഷാരോൺ ശ്രീനിവാസൻ DOP, Nihal Sadiq, Vimal Nasir, the music directors of Kalb movie, Suhail and Koya, the writer behind the Kalb and Golam. From the team Golam, would love to have Mr. Sanjad, the director, the captain of the ship, Mr. Praveen, the writer, അതുപോലെ തന്നെ മഹേഷ് ഭുവനത്ത്, the editor, Evi Thomas, music director. ഇനി ഇതിന് മാത്രം പോരാ, the entire team of Kalb and Golam, ഇതിനെ പ്രവർത്തിച്ചിരുന്ന എല്ലാവരും ഒന്ന് നമ്മുടെ കൂടെ ഓൺ സ്റ്റേജിലേക്ക് വരണം. Kalb and Golam മൂവിയിലെ വർക്ക് ചെയ്തിരുന്ന എല്ലാവരും ടെക്നീഷ്യൻസും everyone please they are already coming, so requesting the presence of all the technicians and the team members of Kalb and Golam to be here on stage. Alright, അങ്ങനെ ഇന്ന് ഈ ഒരു മൊമെന്റ് തൊട്ട് ഫ്രാഗ്രന്റ് നേച്ചർ ക്രിയേഷൻസിന്റെ ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് നമുക്ക് വേണ്ടി കൊണ്ടുവന്ന 2 സിനിമകൾ ഇന്ന് നമ്മൾ ഒരു കേക്ക് കട്ടിങ്ങോട് കൂടി ഒരു ബിഗ് താങ്ക് യു എല്ലാ ഓൺലൈൻ മീഡിയ പീപ്പിളിനും നമ്മൾ അറിയിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് എ മൊമെന്റ് ഓഫ് സെലിബ്രേഷൻ ആസ് വെൽ. അപ്പോൾ എല്ലാവരും ഒന്ന് അടുത്തേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാമോ? ആൻഡ് വി ആർ ഗോണ കട്ട് ദിസ് കേക്ക് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സ്വീറ്റസ്റ്റ് മൊമെന്റ് ഓഫ് ടുഡേസ് സെലിബ്രേഷൻ. Once again, ma'am, excuse me. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. Can you do the countdown? 3, 2 എവിടെ എണ്ണുന്നില്ലല്ലോ. 3, 2
and Sudhir sir, അതുപോലെ തന്നെ Ranjit, please get back to your seats. Okay. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി കൽബിന്റെയും ഗോളത്തിന്റെയും ടീം മെമ്പേഴ്സ് ഓൾറെഡി നമുക്കറിയാം, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, DOP, എഡിറ്റർ, റൈറ്റേഴ്സ്, അങ്ങനെ എല്ലാ കുറേ പേര് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് കേക്ക് കുറിച്ച് നമുക്ക് അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. We would love to hear from you. വേണ്ട, ഇതൊക്കെ നമ്മുടെ അടുത്ത് പറയാനുള്ള എക്സ്പീരിയൻസസ് നമുക്ക് കേൾക്കണ്ടേ? വേണ്ടേ? വേണമെന്നാണെങ്കിൽ നല്ലൊരു കാര്യം തരൂ. If that's a yes. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ സർ, ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങുകയാണ്. പ്ലീസ് എന്താണ് എനിക്ക് ജസ്റ്റ് ഒന്നുമില്ല, ആ മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അങ്ങനെ പറയരുത്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? നല്ല അങ്ങനെയല്ല. What is എന്തെങ്കിലും ഒരു ചെറിയ ഒരു മെമ്മറി you would love to share with the people here? Okay, ശക്തിശ്രീ പാട്ട് പാടിയായിരുന്നു. കൊമ്പില്ലാത്ത ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാടുണ്ട്. പെട്ടെന്ന് ഏതാണെന്ന് നമ്മളൊക്കെ ഇങ്ങനെയാണല്ലോ പരിചയപ്പെടുന്നത്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഒന്ന് ഈ റൗണ്ട് കഴിച്ച് തിരിച്ചിങ്ങോട്ട് വന്നാലോ? അപ്പോഴേക്കും സാർ എന്തെങ്കിലും ആലോചിച്ച് എക്സ്പീരിയൻസ് ഷുവർ അത് കാര്യങ്ങൾ. താങ്ക് യു, നല്ല ഉറക്കാനാണ് പറഞ്ഞത്. പ്ലീസ്. ഞാൻ ഇവരെ ആക്ച്വലി ഒരുപാട് നാളുകളായിട്ടുള്ള റിലേഷനാണ്. സാജിദയുടെ ഫസ്റ്റ് മൂവിയിൽ ഞാൻ ലാലേക്ക എന്ന സോങ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും രസമായിരുന്നു. ഞാൻ പ്രകാശ് അലക്സ്. വിമലും നീഹാലും ഞാനും കൂടി ചേർന്നിട്ടാണ് കൽബിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനായിരുന്നു. നീഹാല് 3 പാട്ടുകൾ, വിമല് 4 പാട്ടുകൾ, ബാക്കിയുള്ള പാട്ടുകൾ കുട്ടിപ്പാട്ടുകളൊക്കെ ഞാൻ ചെയ്തു. കൽബിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു സിനിമയാണ്. ഞാൻ ഈ സിനിമയുടെ വെരി ഇനീഷ്യൽ സ്റ്റേജിൽ ആ സമയം തൊട്ട്, അതായത് 2015, 2016 തൊട്ട് ഞാൻ ഈ സിനിമയുമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സാജിദിന്റെ ഒരു ഭയങ്കര ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇത് ഒരുപാട് കുറേ കാലഘട്ടം എടുത്തു ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫോമിലേക്ക് എത്താൻ. പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട, ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു മൂവിയാണ്. ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവർ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ആലോചിക്കുന്നത്, കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതിന്റെ ഫൈനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയാ, ഒരു അടുപ്പിച്ചൊരു 3-4 ദിവസം ഞാൻ കിടന്നുറങ്ങിയ ദിവസങ്ങളാണ് ഈ ദിവസം, എന്നിട്ട് ഒരു വർഷം മുമ്പ്. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയൊരു പ്രോസസ്സായിരുന്നു കൽബ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു സിനിമയിൽ. ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. എനിവേ കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ആ സിനിമ എത്തിയത്. ആളുകൾ സിനിമയെ പറ്റി സംസാരിക്കുന്നതിൽ, പാട്ടുകൾ ആൾക്കാർ കേട്ടു, ഹിറ്റുകളായി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അതിനൊക്കെ ഒരു കാരണമായിട്ടുള്ളതും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഓൺലൈൻ മീഡിയാസ് ആണ്. സോ നിങ്ങളോടെല്ലാവരോടും ഒരു വലിയ നന്ദി. താങ്ക് യു. തുടർന്ന് ഇതുപോലെയുള്ള സിനിമകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. Thank you so much, sir. And ഇനി അടുത്ത ഒരാളെ വിളിക്കുമ്പോൾ I would love to tell you something. ഗോള മൂവി കണ്ട സമയത്ത് ഒരിക്കലും നമ്മൾ ഇപ്പൊ എസ്പെഷ്യലി ഒരു കൊറോണയ്ക്ക് ശേഷം മലയാളികൾ ഒരുപാട് ഇന്റർനാഷണൽ ലെവലിലുള്ള മൂവീസ് കണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിലുള്ള സിനിമകളും എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നുള്ളൊരു ചെറിയൊരു ക്ലൂ എങ്കിലും നമുക്ക് അറിയായിരിക്കും. പക്ഷെ ഗോളം സിനിമ കണ്ട് കഴിയുന്നവരെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ആ മൂവി കൊണ്ടുവന്ന് അവസാനിച്ചത്. അപ്പൊ അതിന്റെ ഡയറക്ടറാണ് നമ്മുടെ സംജാതക. പ്ലീസ്. ഗുഡ് ഈവനിങ്. ആദ്യം ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ആക്ച്വലി ആദ്യം ഞാൻ കുറച്ച് നന്ദികളിൽ നിന്ന് തുടങ്ങാം. ആദ്യം ആൻഡ് മാം, സജീവ് സാർ, ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ്, അവരോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. അതേപോലെ തന്നെ ഫ്രാഗ്രൻ നേച്ചർ ഫിലിം ക്രിയേഷൻസ് എന്ന ബാനർ, ചിലപ്പോൾ ആ ബാനർ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം നടക്കാൻ കുറച്ചും കൂടി വൈകിപ്പോയേനെ. അപ്പോൾ ഈ ബാനറിനോടും ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനോടുമാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ നന്ദി രേഖപ്പെടുത്താനുള്ളത്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ്, നിങ്ങൾ ഓൺലൈൻ മീഡിയാസ് പടത്തെ ഏറ്റെടുത്ത് ഒരു
എന്താ പറയുക, വാനോളം ഉയർത്തി എന്ന് പറയും. അത്രയും ഞങ്ങളുടെ ആദ്യത്തെ സിനിമയെ ഇത്രയും ഉയർത്തി മുകളിലേക്ക് എത്തിച്ചു. അതിന് ഒരു വലിയ താങ്ക് യു ഓൾ. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗോളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അപ്ലിക്കേഷൻ പോലെയാണ്. എപ്പോൾ ആ പേര് കേട്ടാലും എന്താ പറയുക, ഒരു കമൻസിനകത്താണെങ്കിലും ഒരു പോസ്റ്റിനകത്താണെങ്കിലും ഞാൻ എടുത്ത് നോക്കുകയാണ്. അതിനകത്ത് കമൻറ്റിൽ ഗോളമുണ്ടോ. അപ്പോൾ ഈ 2024 ഒരുപാട് സിനിമകൾ ഇറങ്ങി. എനിക്ക് തോന്നുന്നു 230 സിനിമ ഇറങ്ങി. അതിനകത്ത് 25 സിനിമയ്ക്കകത്ത് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല. എന്തായാലും എല്ലാവരോടും താങ്ക് യു പറയുന്നു. പിന്നെ രഞ്ജിത്ത് സച്ചിൻ, എൻ്റെ ആദ്യത്തെ സിനിമയിലെ എൻ്റെ ആദ്യത്തെ ഹീറോ, എന്താ പറയുക, എല്ലാവരോടും താങ്ക് യു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് സർ. ഇനി അടുത്തതായിട്ട് സംസാരിക്കുന്ന ഒരാള് നാഷണൽ അവാർഡ്, ആട്ടം സിനിമയുടെ ബെസ്റ്റ് എഡിറ്റർക്കുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ ആളാണ്. അദ്ദേഹമാണ് ഗോൾഡൻ മൂവി കൂടി എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എഡിറ്റർ എന്ന നിലയിൽ താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മൾ ഇത്രയും പേര് താങ്ക് യു. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം 2024 ആദ്യം റിലീസ് ചെയ്ത സിനിമ ആട്ടമാണ് മലയാളത്തിൽ. ആ സിനിമയ്ക്ക് അങ്ങനെയൊരു അംഗീകാരം കിട്ടി. അതിനുശേഷം എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തിറങ്ങിയ സിനിമയായിരുന്നു ഗോളം. എന്നെ സംബന്ധിച്ച് നല്ലൊരു ടീം വർക്കായിരുന്നു ഗോളം. എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടീമിൽ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇന്ന്, ബാക്കിയുള്ളവർക്കൊന്നും എത്തിച്ചേർന്നില്ല. പക്ഷേ വളരെ നല്ലൊരു ടീം വർക്കായിരുന്നു. പിന്നെ ഈ ഗോളത്തിന്റെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബാക്കി സിനിമകൾ പോലെയുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ അല്ലായിരുന്നു ഗോളത്തിന്റെ. ബാക്കി സിനിമകൾ ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് ടേബിളിൽ ഇതിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി സിനിമകൾ നമുക്ക് ഒരുപാട് റഷ് അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് ടൈം ഷൂട്ട് ചെയ്ത സാധനത്തിൽ നിന്ന് നമ്മൾ ഭയങ്കര ഇരുന്ന് മിനിക്ക് ചില സിനിമ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും സംജാദിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. സംജാദ് ഡിസൈൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയ്ക്ക് വേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത് അത് വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സംജാദിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. എന്തായാലും തുടർന്നുള്ള പ്രൊജക്ടുകളിലും ഇനിയും തുടർന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം. താങ്ക് യു സോ മച്ച്. അടുത്ത നിൽക്കുന്ന ഒരാള് നമ്മൾ ഓൾറെഡി സംസാരിക്കാനെ കുറിച്ച് പറഞ്ഞു. ഡയറക്ടറാണ്, ഗോളൻ മൂവിയുടെ ഡയറക്ടറാണ്. പക്ഷേ ഡയറക്ടർ പോലെ തന്നെ നമുക്കറിയാം, ഒരു സിനിമ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം അതിന്റെ സ്ക്രിപ്റ്റ് ആണ്. അതിന്റെ എന്താണ് കഥ, റൈറ്റർ നമ്മുടെ പ്രവീൺ ചേട്ടൻ, പ്ലീസ് എങ്ങനെയാണ് ഈ ഒരു കഥ, എവിടെ നിന്നാണ് ആ ത്രെഡ്, എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഇവിടെ ഐ വെരി ക്യൂരിയസ് ടു പ്ലീസ്. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വർഷമായിരുന്നു. 2024 പോലെ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളെ ഞാൻ സംജാതം കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരു മൂവി ചെയ്യാൻ ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഫാഗ്നേച്ചർ എല്ലാവരും കൂടെ നിന്നു. രഞ്ജിത്ത് ഞങ്ങളുടെ ഹീറോ. ഗോളം സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് അതിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് എത്തുന്നത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുണ്ടായിരുന്ന സിനിമയെ പറ്റിയായിരുന്നു, പുതിയ കഥകളെ പറ്റിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വലിയ വലിയ സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കാറുണ്ട്. പിന്നെ ആദ്യം നമുക്കൊരു എൻട്രി ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം എന്നാൽ അതിന് പടത്തിൻ്റെ കണ്ടന്റുകൾ കൊണ്ടും ചെറുതായി പോരെന്നുള്ള രീതിയിൽ ആലോചിച്ച് ഞാൻ സംസാരത്തോട് മേക്ക് ചെയ്തെടുത്തൊരു കഥയാണ്. അതെല്ലാവരും പ്രേക്ഷകരെ സ്വീകരിച്ചു. നിങ്ങളെല്ലാവരും ഒരു ലൈക്കോ കമൻറ്റോ പോലെ കൊണ്ടാണെങ്കിൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയണം. നിങ്ങൾ ആയിരുന്നു ആ പടം എല്ലാവരിലേക്ക് എത്തിച്ചത്. പബ്ലിസിറ്റിയിലായിരുന്നു ആ പടത്തിന് കൂടുതൽ പ്രചാരം കിട്ടിയത്. അപ്പോൾ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. 2025 നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഫാഗ്നേച്ചറിന് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, ഹിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. ഞാനിങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല ത്രില്ലർ മൂവീസ് ഏതാണെന്ന് അറിയാം, ത്രില്ലർ മൂവീസ്. അപ്പൊ അങ്ങനെ ഞാൻ അവരുടെ സജഷൻ മൗത്ത് പബ്ലിസിറ്റി സാറ് പറഞ്ഞപ്പോൾ അങ്ങനെ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഗോളം മൂവി കാണുന്നത്. പക്ഷെ കൽബ് ഇതുപോലെ ഓൺലൈൻ വീഡിയോസിൽ ഇപ്പൊ ഫുൾ റീലും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കൽബിന്റെ സിംഗേഴ്സ് ആണ് അവിടെ രണ്ടുപേരും നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു പാട്ട് കേട്ടു. പിന്നെ ഇങ്ങനെയാണ് പാട്ടിലൂടെയാണോ പറയുന്നത്, അതോ എക്സ്പീരിയൻസ് ആണോ? ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യലാണ് ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ഇയറിൽ എന്നെ സംബന്ധിച്ച് എനിക്ക്
ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് കൂടിയാണ് ഈ ഒരു മൂവി. ഇതിലെ തൊട്ടിലുറങ്ങുമ്പോൾ എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു സോങ് ഉണ്ട്. ആ ഒരു പാട്ട് പാടിയത് ഞാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് തന്നത് പ്രകാശനാണ്. അപ്പോൾ വലിയൊരു സന്തോഷമാണ് കൽബിൻ്റെ ഓൺലൈൻ മീഡിയ മീറ്റപ്പിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷമാണ്. എല്ലാവരും ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. എനിക്ക് പറഞ്ഞതുപോലെ കൽബ് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം 2024 രണ്ട് പടങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റി. അതിൽ ഫസ്റ്റ് റിലീസായത് കൽബാണ്, പ്രകാശ് എന്ന സോങ്ങാണ്. പടം റിലീസിന്റെ സമയത്ത് തന്നെ ഈ ഒരു സോങ് മൊഞ്ചത്തി ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയാസിലെല്ലാം വളരെ ട്രെൻഡിങ് ആയിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഫുൾ മ്യൂസിക്കലി പോകുന്ന ഒരു പടമാണ്. അപ്പം മറ്റു പടങ്ങൾ ചെയ്തതിനെ വെച്ച് ഇത് വളരെ സ്പെഷ്യലാണ്. അത്രയും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടത്തിന്റെ ഭാഗമായിട്ട് സാധിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.